അത് യു ഡി എഫിൻ്റെ ചെയർമാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യമനുസരിച്ച് യു ഡി എഫ് വിളിച്ചു കൂട്ടുന്നതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ആ യു ഡി എഫിൻ്റെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇതുവരെയും തീയതി നിശ്ചയിച്ചിട്ടില്ല. തീയതി നിശ്ചയിക്കുന്നതനുസരിച്ച് നിങ്ങളെയും പ്രത്യേകമായി അറിയിക്കുന്നതാണ്. ഘടകകക്ഷികളിലാരും തന്നെ അങ്ങനെ ഒരു ആശങ്ക എന്നുള്ള നിലയിൽ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആശങ്കയുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് യു ഡി എഫ് വിളിച്ചു കൂട്ടുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടി വിവരം അറിയിക്കും. മാത്രമല്ല, ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് എന്നാണ് കൂടുന്നത് എന്ന് വിളിക്കാൻ അറിയിച്ചാൽ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. കൺവീനർ, ഈ പ്രകടന പത്രികയിലൊന്നും പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു അനുചിതത്വം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം പ്രകടന പത്രികയിൽ പറയാത്ത കാര്യമാണ് ഉൾപ്പെടുത്തിയെന്ന കാര്യത്തിൽ. അല്ല, എല്ലാ കാര്യങ്ങളും പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ എപ്പോഴും ബഡ്ജറ്റിൽ വരുന്നത്. പല കാര്യങ്ങളും അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബഡ്ജറ്റിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പോലും അത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് ഏത് ഗവൺമെൻറ് ആയാലും അത് ചെയ്യാറുള്ളതാണ്. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ആരാ? ഇതിനെല്ലാം തുടക്കം കുറിച്ചത് LDF ഗവൺമെൻറ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവരാണ് തുടക്കം കുറിച്ചത്. അവർ തുടക്കം കുറിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇന്നിപ്പോൾ UDF ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. ഈ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദീപദാസ് മുൻഷി വന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കളും ആശയവിനിമയം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു അറിവുമില്ല. അങ്ങനൊരു ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല. ആ ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടി അറിയിക്കാം. ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണുള്ളത്. അല്ല, അതൊക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനം. അത് വരുന്ന അവസരത്തിൽ അവരെടുക്കട്ടെ, തീരുമാനമൊക്കെ അവരെടുക്കട്ടെ. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, അത് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടല്ലോ. ആ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നവരാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ ഒരു റേസിലുമില്ല. പിന്നെ എന്നെ പരിഗണിക്കുന്നു എങ്കിൽ 100% അതിനകത്ത് സന്തോഷം മാത്രമാണുള്ളത്. അത് പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എങ്കിലും അതിനവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുന്നതാണ്. അല്ല, അത് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. ആ തീരുമാനങ്ങളൊക്കെ പിന്നീട് വരും. അധ്യക്ഷ പദവിയിൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും യോഗ്യനായ സീനിയറായിട്ടുള്ള നേതാവാണ്. അത് പരിഗണിച്ചാൽ ആ ചുമതല സ്വാഭാവികമായി അങ്ങ് ഏറ്റെടുക്കില്ല എന്നുള്ളത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിറവേറ്റുവാൻ 100% ഞാൻ കടമപ്പെട്ടവനാണ്, ഉത്തരവാദിത്വപ്പെട്ടവനാണ്. ഉടനെ ഉണ്ടാവും. ഏതായാലും വലിയ കാലതാമസമില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നയപരമായ കാര്യങ്ങളിൽ ഈ ചർച്ച വലിയ വിവാദം വരുമ്പോൾ ഉടൻ ഉണ്ടാവേണ്ടല്ലോ ഒരു അധ്യക്ഷന്റെ പദവിയിലേക്ക്. ഇപ്പോൾ മന്ത്രിപദത്തിലേക്ക് പോയി അദ്ദേഹം തന്നെ പറഞ്ഞു ഉടൻ തന്നെ തീരുമാനിക്കേണ്ട താനെ ഒഴിയാൻ സന്നദ്ധനാണ്. എന്നിട്ട് എന്താണ് ഈ തടസ്സം എന്നുള്ളത്? അല്ല, ആ തടസ്സങ്ങൾ ഇതൊക്കെ സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ
തീരുമാനമെടുക്കുന്നതിന് ഞങ്ങൾക്ക് അല്പസ്വല്പം സമയം വേണം. അതല്ലാതെ കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നാളെ തീരുമാനം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞങ്ങൾക്ക് പല ഘടകങ്ങളും നോക്കാനുണ്ട്. ആ ഘടകങ്ങൾ നോക്കിക്കൊണ്ട് തീർച്ചയായും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. യോഗ്യതയിൽ ഇത്തരം മാനദണ്ഡങ്ങൾ വയ്ക്കുന്നത് ശരിയാണ്. കാരണം പ്രധാനപ്പെട്ട ആളുകൾ ചിലപ്പോൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയിട്ടുണ്ടായിരിക്കാം, മറ്റ് പദവികൾ വഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ APCC അധ്യക്ഷൻ പോലത്തെ ഒരു പദവിയിൽ ഈ മാനദണ്ഡങ്ങൾ വേണമോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ല, അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ഘടകകക്ഷികൾക്ക് നിങ്ങൾ പറയുന്ന പോലുള്ള അതൃപ്തി ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഘടകകക്ഷികൾ ആരും തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അതൃപ്തിയോടുകൂടി എന്നോട് പറഞ്ഞിട്ടില്ല. അത് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അദ്ദേഹമാണ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ യോഗം വിളിക്കുന്നതിന് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനം എടുക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അത് തന്നെ, അത്രയും കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഭരണം തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അല്ല, അത് ആളുകൾ കാത്തിരിക്കുന്നു ശരി തന്നെ.